സോമൻ ചേട്ടോ, എങ്ങോട്ടാ കുടയും പിടിച്ച്? ഈ വെയിലത്ത് നടക്കാൻ ഇറങ്ങിയതാണോ? ഒന്നും പറയണ്ട എൻ്റെ കുട്ടപ്പ, ഒരു വള്ളി കയറി പിടിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തു പറ്റി? നമ്മുടെ ഭാർഗവി ചേച്ചിയുടെ സ്ഥലത്തിന്റെ ഒരു കാര്യത്തിന് നടക്കാൻ തുടങ്ങിയിട്ട് മാസം ഇത് 2 ചേച്ചിയുടെ പിള്ളേരൊക്കെ അങ്ങ് അമേരിക്കയിലും കാനഡയിലും ഒക്കെ അല്ലേ. ആ പാവം സങ്കടം പറഞ്ഞപ്പോൾ കയറി ഏറ്റതാ. ഇപ്പൊ പുലി വാല് പിടിച്ച പോലായി. ഭാർഗവി ചേച്ചിയുടെ ആ 1 ഏക്കർ സ്ഥലത്തിന്റെ കാര്യമല്ലേ ആ മൈതാനത്തോട് ചേർന്ന് കിടക്കുന്നത്? ആ സ്ഥലം തന്നെ കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. ഓരോന്നായി തീർക്കണം. മക്കളുണ്ടെങ്കിൽ എന്ത് ആ പ്രയോജനം? 4-5 ആണ്ട് കൂടുമ്പോൾ ഒന്ന് വന്ന് കുറെ ഇംഗ്ലീഷും പറഞ്ഞേച്ചങ്ങ് പോവും. പാവം ചേച്ചി. പോക്കുവരവ് ചെയ്യാനാണോ അതോ കരം കൊടുക്കാനോ? എല്ലാത്തിനും ഇപ്പൊ കമ്പ്യൂട്ടർ അല്ലേ, സോഫ്റ്റ്വെയർ. ഞൊടിയിടയിൽ എല്ലാം നടക്കും എന്നല്ലേ സർക്കാർ പറയുന്നേ. ജനസൗഹൃദം. എന്ത് വയറാണെങ്കിലും വേണ്ടില്ല, കമ്പ്യൂട്ടർ എത്ര വന്നാലും പൊതുജനത്തിന്റെ അലച്ചിലിന് ഒരു അന്തവും ഇല്ല, കുന്തവും ഇല്ല. നമ്മുടെ ഡയറക്ടർ ഓഫീസിൽ നിന്ന് ഒരളവ് പ്ലാൻ സംഘടിപ്പിക്കാനാ ഞാൻ ഈ പെടാപാട് പെടുന്നത്. ഈ നഗരത്തിൽ ജീവിക്കുന്ന നമുക്ക് 10-20 പ്രാവശ്യം ഓഫീസ് കയറി ഇറങ്ങിയിട്ട് കാര്യം സാധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, വല്ല ദൂരെ നാട്ടിൽ നിന്ന് വന്ന് ഇങ്ങനെ ഒരു കാര്യം നടത്തി പോണെങ്കിൽ എന്തുമാത്രം ചെലവ് വരും. കഠിനം തന്നെ ഈശ്വരാ ഈ ഭരണനൂലാമാലകള്. എന്നിട്ട് പ്ലാൻ കിട്ടിയില്ലേ? എവിടെ നിന്ന് കിട്ടാൻ? എന്റെ കാലിലെ ചെരുപ്പ് തേഞ്ഞു തുടങ്ങി, അത്ര തന്നെ. സത്യത്തിൽ എന്താ സംഭവിച്ചത്? ഞാൻ ആ ആധാരം എഴുത്തുകാരൻ പറയുന്നതും കേട്ട് ഒരു വെള്ള പേപ്പറിൽ അപേക്ഷ തയ്യാറാക്കി ഭാർഗവി ചേച്ചിയെ കൊണ്ട് ഒരു ഒപ്പ് പിടിയിച്ച് അവിടെ ചെന്നപ്പോൾ അവര് പറയുന്നു അവിടെ നിശ്ചിത അപേക്ഷാഭാരമുണ്ട്, അത് പൂരിപ്പിക്കണമെന്ന്. പിന്നെ അതും പൂരിപ്പിച്ച് ഒപ്പിടിച്ച് ചെന്നപ്പം അതും വാങ്ങി പരിശോധിക്കേണ്ട ആള് ലീവില്. 2 ദിവസം കഴിഞ്ഞ് വാ എന്ന് വേറൊരാള് 2 ദിവസം കഴിഞ്ഞ് ചെന്ന് അപേക്ഷ കൊടുത്തു. അപേക്ഷ സ്വീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു 1 ആഴ്ച കഴിഞ്ഞ് വന്ന് ഫീസ് അടച്ച് പ്ലാൻ വാങ്ങിക്കോളാൻ. 1 ആഴ്ച കഴിഞ്ഞ് ചെന്നപ്പോ ആ ഓഫീസിൽ ഒരാളില്ല. അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു ഏതോ പുതിയ സോഫ്റ്റ്വെയർ ഏർപ്പാടാക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എല്ലാവർക്കും അവിടെ ഡ്യൂട്ടിയാണെന്ന്. പിന്നെ അടുത്ത ദിവസം ചെന്നപ്പം പറഞ്ഞു എല്ലാം റെഡിയാ, പക്ഷെ പ്രിന്റ് എടുക്കേണ്ട പ്രിന്റർ കേടാ, നന്നാക്കാൻ കമ്പനിയിൽ നിന്ന് ആള് വരണം. ഞാൻ ദിവസവും ചെല്ലും, കമ്പനിയിൽ നിന്ന് ഇതുവരെ ആള് വന്നില്ല എന്ന് അവര് മറുപടിയും തരും. ഈ കളി 2 ആഴ്ച തുടർന്നപ്പോ ഞാൻ ഒരു മേലുദ്യോഗസ്ഥനെ കയറി കണ്ട് സങ്കടം പറഞ്ഞു. അങ്ങേരെ അന്വേഷിച്ച് വേണ്ടത് ചെയ്യാമെന്ന് ഉറപ്പും തന്നു. പക്ഷേ സത്യം പറയണമല്ലോ, പിന്നെ 5-6 ദിവസത്തേക്ക് അങ്ങേരെ ആ ആഫീസിൽ കണ്ടിട്ടില്ല. സ്ഥലം മാറിപ്പോയോ എന്തോ. ഇതൊരു വല്ലാത്ത കെണിയായി പോയല്ലോ. ആവശ്യം നമ്മുടേതായി പോയില്ലേ, കയറി ഇറങ്ങുക തന്നെ, അല്ലാതെ എന്ത് ചെയ്യാൻ. എന്റെ പരിചയത്തിൽ ഒരാള് ആ ആഫീസിൽ ജോലി ചെയ്യുന്നുണ്ട്. നമുക്ക് അയാളെ ഒന്ന് കണ്ടുപോകാം. പരിചയക്കാര് വഴിയെ ഇത്തരം കാര്യം നടന്നു കിട്ടൂ. ചേട്ട സമാധാനപ്പെടുക. നമുക്ക് അയാളെ കണ്ട് ദാ എന്ന് കാര്യം ശരിയാക്കാം. അല്ല പിന്നെ ഇതിനി ശരിയാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. സത്യശീല സാറേ, നമസ്കാരം. നമസ്കാരം നമസ്കാരം. ഇതാര്, കുട്ടപ്പനോ? കുറെ ആയല്ലോടെ കണ്ടിട്ട്. സുഖങ്ങളൊക്കെ തന്നെ? അങ്ങനെയൊക്കെ അങ്ങ് പോണ്. പിന്നെ സാറേ, ഞാൻ വന്നത് കാണ്ട് ഈ സോമൻ ചേട്ടന്റെ ഒരു കാര്യത്തിനാ. അദ്ദേഹത്തെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. അളവ് പ്ലാൻ ഭാർഗവി. ഓ, നമ്മുടെ പ്രിന്റർ കേടായി ഡിലേ ആയ കേസ്. അത് തന്നെ സാർ, അതൊന്ന് കിട്ടിയാ വലിയ ഉപകാരമായിരുന്നു. അത് ശരിയായി. പ്രിന്റർ നന്നാക്കാൻ ആളും വന്നു, ഞാൻ പ്രിന്റ് കൊടുത്തു. ഇനി അത് ഞങ്ങളുടെ ഓഫീസർ ഒന്ന് ഒത്തു നോക്കിയിട്ട് ഫീസ് അടയ്ക്കേണ്ടത് എത്രയാണെന്ന് എഴുതി തരണം. അത് കഴിഞ്ഞാൽ ഉടൻ നമുക്ക് ഫീസ് അടയ്ക്കാം. ഫീസ് അടച്ച ആ നിമിഷം പ്ലാൻ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ എല്ലാം വളരെ പെട്ടെന്ന് ചെയ്യുന്നേ. പൊതുജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കരുതെന്ന് ഞങ്ങൾക്ക് നല്ല നിർബന്ധമുണ്ട്. അങ്ങനെയാണേ സോമൻ ചേട്ടൻ ഫീസ് അടക്കി. ഫീസ് എത്രയാ അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അടച്ചേച്ചു വരായിരുന്നു. അതിപ്പോ ഒരു ചെറിയ വിഷയമുണ്ട്. ഓഫീസറെ, ഒരു സെമിനാർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഭരണം ജനനന്മയ്ക്ക്. ഉദ്യോഗസ്ഥരെങ്ങനെ ജനങ്ങൾക്ക് സഹായകരമായ രീതിയിൽ ഭരണം നിർവഹിക്കണം എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ. വൻ പുലികളാ സംസാരിക്കുന്നത്. ഈ സെമിനാർ എപ്പോ തീരും? ഇതൊരു 2 days. നിങ്ങള് അടുത്ത തിങ്കളാഴ്ച ഇങ്ങ് പോര്. എന്നാ ശരി കുട്ടപ്പ, നമുക്കൊന്ന് കാണണം. സോമൻ ചേട്ടാ, നല്ല ക്ഷീണം. നമുക്ക് തട്ടിന്നൊരു ചായ കുടിച്ചാലോ? അതെങ്കിലും നടക്കട്ടെ. അന്യ സംസ്ഥാനക്കാരന് കുറച്ച് പൈസ കൊടുക്കാം, അവന്റെ ബിസിനസ് എങ്കിലും വളരട്ടെ. നമുക്ക് വിധി ആപ്പീസ് നിരങ്ങാൻ തന്നെ. പിന്നണിയിൽ രാജ്മോഹൻ കുവളശ്ശേരി, ബിജു കല്ലുവാതിക്കൽ, റെജു കോലിയക്കോട്. രചന ബിജു മാത്യു.